ആലുവയിൽ പക്ഷേ ഇത്തവണ മത്സരം കടുപ്പിക്കാൻ വേണ്ടി അൻവർ സാദത്തിനെ നേരിടാൻ AM ആരിഫിനെ CPM ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കൗതുകം. NDAക്ക് വേണ്ടി MA ബ്രഹ്മരാജ് മത്സരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മുൻ MLA ആയ മുൻ MP ആയ AM ആരിഫ് അരൂര് ജയിക്കുന്നു. അത് കഴിഞ്ഞ് ആലപ്പുഴ പാർലമെന്റ് എല്ലാവരും തോറ്റപ്പോൾ ജയിക്കുന്നു. ആ ഒരു ഇമ്പാക്ട് ഇത്തവണ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കൗതുകകരമായ ചോദ്യം. ആലുവയിൽ പോയി അൻവർ സാദത്തിന് എത്രയും വലിയ മത്സരം അല്ലെങ്കിൽ കടുത്ത മത്സരം കൊടുക്കാൻ ആരിഫിന് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് പെട്ടെന്ന് തന്നെ ആലുവയിലെ സ്കോർ ഒന്ന് നോക്കാം. ആലുവയിലെ ട്രെൻഡ് എന്താണെന്ന് അറിയാം. അൻവർ സാദത്ത് തന്നെ 47.18, 39.54 AM ആരിഫ്. 7.64 ലീഡാണ് അൻവർ സാദത്തിനുള്ളത്. അതായത് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കിട്ടില്ല. അത് നോക്കുമ്പം ഒരു മത്സരം കൊടുക്കാനും പിന്നെ മുൻ വർഷങ്ങളെ പോലെയല്ല, ഇടത് ക്യാമ്പുകളിൽ ഒരു മത്സരം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി വരുന്നു എന്നൊരു പ്രതീതി അവിടുത്തെ ക്യാമ്പുകളിലുണ്ട്. പിന്നെ നെടുമ്പാശ്ശേരി പോലെ ലെഫ്റ്റിന് സ്വാധീനമുള്ള പഞ്ചായത്തുകളൊക്കെ ഉള്ള ഒരു മണ്ഡലമാണ്. തീരെ ദുർബലമായ ഒരു മണ്ഡലമല്ല. അങ്കമാലി തവണ ഷെൽന നിഷാദിനെ 18,000-ൽ പരം വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. അതിന് B സലീമും വലിയ മാർജിനിലാണ് പരാജയപ്പെടുന്നത്. അപ്പം ഇത്തവണ ആരിഫിനെ പോലും വലിയ ഫിഗർ വരുന്നു. അവിടുത്തെ വോട്ടർമാർക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ ഉള്ള ലെഫ്റ്റ് വോട്ടുകൾക്കിടയിലെ പ്രചരണം ഈ ആരിഫിന് ആ ഒരു ഭാഗ്യമാണ്. അരൂരിൽ ആരിഫ് ജയിച്ചു, ആലപ്പുഴയിൽ ആരിഫ് ജയിച്ചു. അതുകൊണ്ട് ഈ ആലുവയിൽ ആരിഫ് ജയിക്കുമെന്നൊരു ആ പ്രയോഗം അവിടെ ഉണ്ട്. അതുകൂടാതെ രസകരമായ ഒരു കാര്യം, പോസ്റ്റർ കാണുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആരിഫ് അരൂരിൽ മത്സരിക്കുമ്പോൾ അരൂരിന്റെ ഐശ്വര്യം, ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ ആലപ്പുഴയുടെ ഐശ്വര്യം. ഇതേ ക്യാപ്ഷൻ തന്നെയാണ് ഇനി ആലുവയുടെ ഐശ്വര്യം എന്ന് പറയുന്ന വലിയ പോസ്റ്ററും ആ പാർലമെന്റിലെ പോസ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. അവിടെ മത്സരമുണ്ട്. UDF ക്യാമ്പും വളരെ ഗൗരവത്തോടെ തന്നെ കാണുന്നു. എങ്കിലും അൻവർ സാദത്ത് വളരെ ജനകീയനാണ്. അവിടെ വികസന വിഷയങ്ങളിൽ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഈ പറയുന്നതുകൊണ്ട് UDFന്റെ ഒരു ഉറച്ച സീറ്റുകളിലൊന്നാണ് ആലുവ. വലിയ അട്ടിമറിക്ക് സാധ്യതയില്ല. ഒരു മത്സരം കൊടുക്കാൻ ആരിഫിന് മത്സരം കൊടുക്കാൻ കഴിയുന്ന 7.64 അവിടെ അൻവർ സാദത്തിന്റെ എഡ്ജ് അഡ്വാൻറ്റേജ്.